UDFിന്റെ സീറ്റ് വിഭജന ചർച്ച തുടരുകയാണ്. ഇതുവരെയും തീരുമാനം എത്തിയിട്ടില്ല. ചർച്ചകൾ തുടരുന്നു. ഇന്ന് UDF യോഗമുണ്ട്. ആ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും പറയുന്നത്. ആദ്യം തർക്കമുണ്ടായത് കേരള കോൺഗ്രസുമായിട്ടായിരുന്നു. കോട്ടയം സീറ്റിനെ ചൊല്ലി കോട്ടയം സീറ്റ് തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം കോൺഗ്രസ് നടത്തിയിരുന്നു. അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞു. സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തന്നെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഏതാണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് PJ ജോസഫ് വിഭാഗം നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ആര് മത്സരിക്കണം എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. ആ തർക്കം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഇപ്പോൾ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട തർക്കം മുസ്ലിം ലീഗുമായിട്ടാണ്. 3 സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. 3 സീറ്റ് നൽകാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു. ഒന്നാം വട്ട ചർച്ചയിൽ തീരുമാനമായില്ല. തീരുമാനമാകാതെ പിരിയുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ചർച്ച വീണ്ടും തുടരും. ആ ചർച്ചയിൽ തീരുമാനമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. 3 സീറ്റ് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമോ, അതല്ല ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ ഈ ഉറച്ച നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുമോ എന്നതൊക്കെ മുസ്ലിം ലീഗ് നേതാക്കളാണ് തീരുമാനിക്കേണ്ടത്. ചർച്ചയിലൂടെ അതിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും 3 സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് പരസ്യമായി ഉന്നയിച്ചതാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ലീഗിന് കഴിയില്ല. അങ്ങനെ പുറകോട്ട് പോകണമെങ്കിൽ അതിന് ന്യായമായ ഒരു കാരണമുണ്ടായിരിക്കണം. ആ കാരണം രാജ്യസഭയിലേക്ക്, അടുത്ത ഒഴിവേറുന്ന രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് അത് മുസ്ലിം ലീഗിന് കൊടുക്കും എന്ന് രേഖാമൂലം എഴുതി നൽകണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. അതിന് കോൺഗ്രസ് തയ്യാറാകുമോ? അതാണ് തർക്കം. ആ വിഷയം അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിനകത്ത് എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. കാരണം അദ്ദേഹം KPCC പ്രസിഡന്റാണ്. അതുകൊണ്ട് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു സീറ്റ്, പുതുതായി സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട സീറ്റ് ആലപ്പുഴയാണ്. KC വേണുഗോപാൽ മത്സരിക്കാൻ വരണമെന്ന ആവശ്യം KPCC മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തേണ്ടതുണ്ട്. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അവർ അത് പരിഹരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. എന്നാൽ കണ്ണൂരുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് കരുതി പലരും ആ സീറ്റിന് വേണ്ടി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ മലയാള മനോരമ വാർത്തയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ കെ സുധാകരൻ തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. കെ സുധാകരൻ അർദ്ധ സമ്മതം മൂളിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്ന് മലയാള മനോരമ തന്നെ പറയുന്നു. മലയാള മനോരമ അങ്ങനെ പറയുമ്പോൾ, കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിങ്ങനെയാണ്: കെ സുധാകരൻ സമ്മർദ്ദം വന്നാൽ സമ്മതം. ഇതാണ് വാർത്തയുടെ തലക്കെട്ട്. കെ സുധാകരൻ സമ്മർദ്ദം വന്നാൽ സമ്മതം. കെ സുധാകരന്റെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാർത്ത തുടർന്നു ഇങ്ങനെയാണ്: കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അരസമ്മതത്തോടെയാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചത്. ഒന്നിൽ തോറ്റപ്പോൾ രണ്ടാമത്തേതിൽ വിജയിച്ചു. ഇക്കുറി കാൽ സമ്മതം മാത്രം. ഹൈക്കമാൻഡ് സമ്മർദ്ദം മുറുകിയാൽ മാത്രം മത്സരിക്കും. 2019 മത്സരിച്ചപ്പോൾ KPCCയുടെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ഇപ്പോൾ ഒരേയൊരു KPCC പ്രസിഡന്റ്. സംസ്ഥാനം മുഴുവൻ ഓടിയെത്തണം. ആ തിരക്കാണ് മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കാൻ ഒരു കാരണം. മത്സരിക്കണമെന്ന് നിർബന്ധിച്ചാൽ 2 ചുമതലകളും ഒരുമിച്ച് നിർവഹിക്കാനുള്ള അനുമതി കൂടി ഹൈക്കമാൻഡ് നൽകേണ്ടി വരും. കണ്ണൂർ സിറ്റിംഗ് MP ആയിരിക്കുമ്പോഴായിരുന്നു 2014 തെരഞ്ഞെടുപ്പ്. കാസർകോട്ട് മത്സരിക്കാനാണ് ആലോചിച്ചത്. സിറ്റിംഗ് MP മണ്ഡലം മാറുന്നത് 2 മണ്ഡലത്തിലെയും സാധ്യതയെ ബാധിക്കുമെന്ന് മനസ്സിലായതോടെ കണ്ണൂർ വിടുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു. സ്റ്റാർട്ടിംഗ് ട്രബിൾ തിരിച്ചടിയായി. PK ശ്രീമതിയോട് തോറ്റു. 2019 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നായിരുന്നു തീരുമാനം. സുധാകരന് പകരം ആര് എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡിനും സുധാകരനും ഉത്തരമില്ലാതെ വന്നതോടെ തീരുമാനം മാറ്റേണ്ടി വന്നു. ശ്രീമതിയെ തന്നെ തോൽപ്പിച്ചു. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിച്ചെങ്കിലും 2019 ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. എന്താണ്? ഇത്തവണ മത്സരിക്കാനില്ലെന്ന് ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിച്ചെങ്കിലും 2019 ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. എന്താണ് 2019 ചോദ്യം? സുധാകരന് പകരം ആര് എന്നാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കണ്ടെത്താത്തത് കൊണ്ട് സുധാകരൻ തന്നെ മത്സരിക്കും എന്നാണ് മലയാള മനോരമ പറയുന്നത്. പകരക്കാരുടെ പല പേരുകൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും അവർക്കെല്ലാം സുധാകരന്റെ തലപ്പൊക്കം തന്നെയാണ് ബാധ്യത എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അവസാനിപ്പിക്കുന്നത്. ആരൊക്കെയാണ് പകരം വെക്കാനുള്ളത്? ഒന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറിയും സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനുമായ ജയന്താണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. മറ്റൊന്ന് കണ്ണൂർ മേയറായിരുന്ന TO മോഹനാണ്. അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകും എന്നാണ് അദ്ദേഹം കരുതുന്നത്. അതിനുള്ള നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. മറ്റൊന്ന് AICC വക്താവ് ഷമാ മുഹമ്മദാണ്. ഈ 3 പേരുടെ പേരുകളാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കും എന്ന വാർത്തകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സുധാകരന് പകരം ആര്, സുധാകരനെ പോലെ തലപ്പൊക്കമുള്ള നേതാവ് ആരുണ്ട് കോൺഗ്രസിൽ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുവരികയും കഴിഞ്ഞ തവണ മലയാള മനോരമയ്ക്ക് തന്നെ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ
ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് കെ സുധാകരൻ. എന്ന് വെച്ചാൽ അവിടെ അല്ലെങ്കിൽ കണ്ണൂർ സീറ്റ് കണ്ട് ആരും പനിക്കേണ്ട, കണ്ണൂർ സീറ്റ് എന്ന കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ട, അവിടെ ഞാൻ തന്നെ കിടന്നുകൊള്ളാം എന്നാണ് കെ സുധാകരൻ പറഞ്ഞു വരുന്നത്. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ കെ സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കെ സുധാകരൻ മനസ്സ് മാറ്റുന്നത്? അത് ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും അതിന് അടിസ്ഥാനപരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 19 സീറ്റ് നേടിയ മുന്നണിയാണ് UDF. ആ 19 സീറ്റ് ഇത്തവണ നിലനിർത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു 10 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോയാൽ, 10-ൽ താഴെ സീറ്റുകളിലേക്ക് UDF മാറിപ്പോയാൽ സ്വാഭാവികമായും KPCC പ്രസിഡന്റിന്റെ കസേര തെറിക്കും. പ്രതിപക്ഷ നേതാവിന്റെ കസേര അവിടെ ഉണ്ടാകുമോ? VD സതീശൻ ആ കസേരയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വരും എന്ന കാര്യം സംശയമേ ഇല്ല. ആ കാലം എന്നത് അല്ലെങ്കിൽ ആ സമയം എന്നത് കോൺഗ്രസിനകത്ത് ഉരുൾപൊട്ടലിന്റെ കാലമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കെ സുധാകരനെ സംബന്ധിച്ചും VD സതീശനെ സംബന്ധിച്ചും ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. 1-2 സീറ്റിന്റെ കുറവ് വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയും. വലിയ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു പോയാൽ, 2 അക്കത്തിൽ നിന്ന് താഴോട്ട് പോയാൽ സ്വാഭാവികമായും അത് വലിയ തിരിച്ചടിയായിരിക്കും KPCC പ്രസിഡന്റ് ഉണ്ടാകുക. അതില്ലെങ്കിൽ KPCC പ്രസിഡന്റിന്റെ കസേരയിൽ കെ സുധാകരന് തുടരാൻ കഴിയില്ല എന്ന കാര്യം സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ലാവണം വേണം, ഒരു ഇടം വേണം. എങ്ങാനും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയാൽ അദ്ദേഹത്തിന് നിൽക്കാൻ ഒരു ഇടം വേണം. അതാണ് MP സ്ഥാനം. അതുകൊണ്ട് തന്നെ MP ആയി മത്സരിച്ച് കളയാം എന്ന തീരുമാനത്തിലേക്ക് കെ സുധാകരൻ മെല്ലെ മെല്ലെ മാറുന്നുണ്ട്. കെ സുധാകരൻ ആ തീരുമാനത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വാർത്തകൾ മുഴുവൻ നമ്മോട് പറയുന്നത്. കെ സുധാകരൻ ആദ്യമായി അങ്ങനെയാണെങ്കിൽ സമ്മർദ്ദമുണ്ടായാൽ, ഹൈക്കമാൻഡിന് സമ്മർദ്ദമുണ്ടായാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ആദ്യം പറഞ്ഞത് മലയാള മനോരമയോടാണ്. ഇപ്പോഴിതാ മലയാള മനോരമയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. കെ സുധാകരൻ സമ്മർദ്ദം വന്നാൽ സമ്മതം എന്ന് പറഞ്ഞുകൊണ്ട്, കെ സുധാകരൻ സമ്മർദ്ദം വന്നാൽ സമ്മതം എന്ന് പറഞ്ഞാൽ തലക്കെട്ട് കെ സുധാകരനോട് ചോദിക്കാതെ, കെ സുധാകരന്റെ അഭിപ്രായം ആരായാതെ ഒരിക്കലും ഈ വാർത്ത മലയാള മനോരമയിൽ വരില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും, കെ സുധാകരൻ തന്നെയായിരിക്കും കണ്ണൂരിലെ സ്ഥാനാർത്ഥി. KPCC പ്രസിഡന്റ് സ്ഥാനവും കണ്ണൂരിൽ മത്സരിക്കാനുള്ള അനുവാദവും ഒരേ സമയം 2 പദവി ഹൈക്കമാൻഡ് അനുവദിച്ചാൽ അദ്ദേഹം മത്സരിക്കുമെന്ന കാര്യം സംശയം വേണ്ട. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, കണ്ണൂർ സീറ്റ് എന്ന കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ട. അങ്ങോട്ട് കെ സുധാകരൻ തന്നെ വരുന്നുണ്ട്.